ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് വ്യാഴാഴ്ച നമ്മുടെ ഗെയിം മെയിൻ്റെനൻസ് ആയിട്ട് തുറന്നപ്പോൾ എന്തൊക്കെയാണ് വന്ന് നോക്കാനാണ്. ഗൈസ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഉൽവർഗാൻ്റെ ആ ഫ്രീ ട്രെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോൺട്രാക്റ്റിൽ വിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനൊക്കെ ഫ്രീ ട്രൈഡ് ആയിരിക്കും പോവുക ഗൈസ്. ഓക്കെ, ഫ്രീ ട്രൈഡ് കാര്യം നോക്കുകയാണെങ്കിൽ ഇതാ കിടക്കണു, ഇതാണ് ആ സംഭവം. ഇതിൽ നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് 6-7 പ്ലേയേഴ്സിനാണ്. ഓക്കെ, അതിലൂടെ നമ്മുടെ സാബിലൻസാണ്. സാബിലൻസ് 33 വയസ്സുള്ള സാബിലൻസാണ്. 2013-14 ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് ഞാൻ പറയാം. 33 ഏജ്ഡ് കാർഡാണ്, ബട്ട് സീൻ കാർഡെന്നാണ് ഓർക്കസ്ട്രേറ്റർ കാർഡ്. സാബിലൻസോ ഡബിൾ ബൂസ്റ്റർ. അതുപോലെ തന്നെ അവിടെ ഫെറർ ഉണ്ട്, ആൽബർട്ട് ഫെറർ ബാഴ്സലോണ. 24 വയസ്സുള്ള ഫെററാണ്. 93-94 കാലഘട്ടത്തെ ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലാണ്. പക്ഷേ എന്നാലും ഒരു സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ ആളത്ര പോരാൻ പറയുള്ളൂ. ആളൊരു റൈറ്റ് ബാക്കൊക്കെ ആയിട്ട് കളിപ്പിക്കാൻ താല്പര്യമുള്ളവർ എടുത്താൽ മതി. ടോപ്പായിരിക്കും, ആൾ നൈസ് തന്നെയാണ്. എന്നാലും അതുപോലെ നമ്മുടെ സെനിറ്റി, ഈ പാക്കിൽ തന്നെ വൺ ഓഫ് ദി വെർത്ത് കാർഡ് പറയുന്നത് നമ്മുടെ സെനിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് പ്ലെയർ പൊസിഷൻ ആഡഡ് സ്കില്ലൊക്കെ നമ്മൾ ചെയ്യണതായിരിക്കും കേട്ടോ. സെനിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം കിടിലൻ ഒരു കാർഡ് തന്നെയാണ്. അറ്റാക്കിങ് ഫുൾ ബാക്കാണ് ആൾ, കുഴപ്പമില്ല. സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഫോർസസ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. ആൾ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും, റൈറ്റ് മിഡ്ഫീൽഡ്, DMF, CMF, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, CB ഒക്കെ ട്രെയിൻ ചെയ്താൽ കളിക്കേണ്ടതായിരിക്കും. കിടിലൻ കാർഡാണ് ഈ കാർഡ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനം ഒലിവർഗാൻ. ഇതിൽ കൂടുതലും ആൾക്കാർ കണ്ടിരിക്കാൻ ഒലിവർഗാൻ ആയിരിക്കും. ഒലിവർഗാൻ നമ്മുടെ സ്പീഡ് റോ പറഞ്ഞ ഒരു സ്കില്ലാണ് വന്നിരിക്കുന്നത്. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. ഇത് 2000-2001 കാലഘട്ടത്തെ കാർഡാണ് കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ്. ഞാൻ വിചാരിക്കുക 188 ഹൈറ്റൊക്കെ ഉണ്ട് ഒലിവർഗാൻ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റും, പ്രതീക്ഷിക്കുക. പിന്നെ സ്റ്റെഫനോ ഫൊയ്രി. ഇത് കുഴപ്പമില്ലാത്ത കാർഡ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രീ ആയിട്ട് ഇട്ടറൗണ്ട് ഒരു തലക്കേടില്ല. ഞാൻ കളിപ്പിച്ചപ്പോൾ എനിക്ക് വലിയ ഇമ്പാക്റ്റ് തോന്നാത്തൊരു കാർഡ് തന്നെയാണിത്. പിന്നെ മസാരോ, ആളൊരു ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഓക്കെ എന്ന് പറയാം, അത്ര പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്ര പോപ്പുലാരിറ്റി കൊടുക്കാൻ പറ്റിയൊരു സെൻറ്റർ ഫോർവേഡ് അല്ല. പിന്നെ അവിടെ ഇൻസാഗി ഉണ്ട്. ആൾ ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. ഇതെന്തായാലും ഒരു ടോപ്പ് കാർഡാവും. ഇൻസാഗിയാണ്, 26 വയസ്സുള്ളൂ. അതുപോലെ തന്നെ ഗോൾ പോച്ചർ കാർഡാണ്, ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെന്തായാലും ചെയ്യാം. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു W കൊടുക്കാം നമുക്ക് കൊണാമിക്ക്. അതുപോരാതെ തന്നെ നമുക്ക് ഈ പാക്കിൻ്റെ തന്നെ ഒരു 21 ഫ്രീ ട്രൈസ് കിട്ടുന്ന ഒരു പാക്ക് പുറത്ത് കിടക്കുന്നുണ്ട്. അതിൽ 300 പ്ലേയേഴ്സാണ് ഉള്ളത്. ഒരു സ്പിൻ ഞാൻ ഓൾറെഡി ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലി 21 സ്പിന്ന് ഉണ്ട് കേട്ടോ. 21 സ്പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ മിഷൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഓരോ കഴിയാനനുസരിച്ച് നമുക്ക് അത് ഓരോന്നായിട്ട് കിട്ടും. അപ്പോൾ അതിലൊക്കെ വന്നിട്ട് ഫ്രീ ട്രൈ എടുക്കുക, എന്നിട്ട് കറക്കുക കിട്ടും. എന്നിട്ട് അതിൽ ഏറ്റവും ലാസ്റ്റിലാണ് നമുക്ക് കോൺട്രാക്ട് ടിക്കറ്റ് ഇതിന്ന് കോൺട്രാക്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് നടക്കുന്നത് ആ മിഷൻസിലാണ് കേട്ടോ. അതും പോരാണ്ട് ആ മിഷൻസിൽ തന്നെ നമുക്ക് വേറെ പരിപാടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ടോ. ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 ഉണ്ട്. ഇതിലാണ് ലാസ്റ്റത്തിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇതിൽ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ഇതിലും കിട്ടും ചാൻസ് ഡീൽ. അപ്പോൾ ടോട്ടൽ 2 ചാൻസ് ഡീൽ കിട്ടുന്നുണ്ട്. ആ 7 പ്ലേയേഴ്സിൽ 2 ചാൻസ് ഡീലിന് കിട്ടാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, നമുക്ക് ഇതിന്നൊക്കെ ആരെ എടുക്കാൻ പറ്റും കിട്ടുന്നൊക്കെ. നിങ്ങളെന്തായാലും ഇതിന്ന് ഫ്രീ ട്രൈ ആരെങ്കിലും കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പാക്ക് ഇത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് ഒരു മാനേജർ പാക്ക് വന്നിട്ടുണ്ട്. ആഴ്സണൽ 2025-26 കാർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ മാനേജർ നമ്മുടെ അർട്ടാച്ച് ഉണ്ട്. അർട്ടാച്ചിക്ക് പ്ലേ സ്റ്റൈൽസ് വന്നിരിക്കുന്നത് പൊസിഷൻ ഗെയിമും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറാണ്. അപ്പോൾ കുഴപ്പമില്ല, ലോങ് ബോൾ കൗണ്ടർ ഒരു 89 കൊടുക്കായിരുന്നു. പൊസിഷൻ ഗെയിം കൂടുതൽ കൊടുത്തിരിക്കുന്നത്. റായ് ഉണ്ട്, ഓഡേഗാർഡ് ഉണ്ട്, മെറീനോ ഉണ്ട്, എസ് ഉണ്ട്, വില്യം സെലിബ് ഉണ്ട്, ബക്കോയ സാക്ക ഉണ്ട്, മാർട്ടിൻ സുബിമെൻറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടിംബർ ഉണ്ട്, കാലിഫൂരി ഉണ്ട്, മസ്കറ ഉണ്ട്, അതുപോലെ തന്നെ മഡൂക്ക ഉണ്ട്. ഇത്രയും പ്ലേസാണ് അതിൽ വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു പാക്ക് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ആഴ്സണലിലെ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ഇത് എടുത്ത് കളിച്ചോ, അടിപൊളിയായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പാക്സാണ് ഗൈസ്. അതേ ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് പറഞ്ഞൊരു പാക്കാണ്. അതിൽ മാർക്കൽ ഡെസേലി പറഞ്ഞൊരു പ്ലെയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്രിക് വെയർ ഉണ്ട്, കഫും ഉണ്ട്. ഓക്കെ, ഡെസേലി വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഈ പാക്കിലേക്ക് കേട്ടോ, അതായത് ഈ ഫുട്ബോളിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ VAR വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ഫിനോൽ പാസ്, അതും നൈസാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ എഡ്ജർ ക്രോസിങ് കഫും ഉണ്ട്. അപ്പോൾ ഒരു പ്ലേ സ്റ്റൈൽസ് ഒക്കെ നമ്മുടെ ഡെസേലി വന്നിരിക്കുന്നത് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ മൂപ്പര് കിട്ടും. ടോപ്പ് തന്നെ ആവുമെന്ന് വിചാരിക്കുക. പെടയായിരിക്കും. ഇനിയിപ്പോൾ വിയേര നോക്കുകയാണെങ്കിൽ ഡിസ്ട്രോയർ കാർഡാണ്. ശരിക്കും പറഞ്ഞാൽ വിയേരയുടെ ഒന്നുകൂടി അടിപൊളി പറയുന്നത് ആങ്കർമാൻ കാർഡാണ്. എൻ്റെ ആങ്കർമാനാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഈ പാക്ക് കറക്കുണ്ടാവില്ല. എന്തായാലും പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വിയേര കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്ന സ്റ്റാറ്റ്സിനാണ് മൂപ്പർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഡിസ്ട്രോയർ കാറാണ്. പിന്നെ ഇത് പിന്നെ യങ് വിയേരയാണ്, 21 വയസ്സുള്ള വിയേരയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കഫ് വന്നിരിക്കുക എഡ്ജർ കോസിംഗ് ആണ്. അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. റൈറ്റ് ബാക്കും റൈറ്റ് മിഡ്ഫീൽഡുകൾ കളിക്കും വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് മൂപ്പരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പാക്ക് കറക്കണേ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്ക് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രഡിക്ഷനൊക്കെ കറച്ചായി. വാൻഡേക്ക് വന്നിട്ടുണ്ട്. വാൻഡേക്ക് പ്രഡിക്റ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ വാൻഡേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാർട്ടിനിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻവുഡ് വന്നിട്ടുണ്ട്. ഡീപ്പ് ലൈനാണ്, ബട്ട് ഗ്രീൻവുഡ് അടിപൊളി കാർഡായിരിക്കും. പിന്നെ കുണ്ടെ വന്നിട്ടുണ്ട് ഗൈസ് നമ്മളുടെ. പിന്നെ കട്ടലേറ വന്നിട്ടുണ്ട്, പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. സോർലോത്ത് പ്രഡിക്റ്റ് ചെയ്തായിരുന്നു, വന്നു. ഉന്നൈസിയും വന്നിട്ട് പ്രഡിക്റ്റ് ചെയ്തായിരുന്നില്ല. പിന്നെ നമ്മുടെ ഓസ്കാർ വന്നിട്ടുണ്ട്. പിന്നെ നിക്കോറലി വന്നിട്ടുണ്ട്. റിയോസ് വന്നിട്ടുണ്ട്. മെക്കിന് വന്നിട്ടുണ്ട്. സോ ഇത്രയും പ്ലേയേഴ്സാണ് ഇപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് UCL അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല പറയാം. നിങ്ങളെന്തായാലും ഇതിലത്തെ ടാർഗറ്റ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് സാധാ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ അതിൽ പ്രഡിക്റ്റ് പോലെ തന്നെ നമ്മുടെ റോഡ്രിഗോ വന്നിട്ട് റോഡ്രിഗോ ഹോൾ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ റാഫീന് വന്നിട്ട് ഹോൾ പ്ലെയർ കാർഡിനാണ്. 2 ബ്രസീലിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്കിറ്റിക്ക് വന്നിട്ട് ഫ്രാൻസിൻ്റെ. അപ്പോൾ മൂപ്പര് കഴിഞ്ഞ 2 ഗോൾ അടിച്ച് കഴിഞ്ഞ കളി. അപ്പോൾ ടോപ്പ് തന്നെയാണ്, ഒന്നും പറയില്ല. അതുപോലെ തന്നെ ആൻഡ്രിച്ച് വന്നിട്ട് നമ്മുടെ മറ്റേ ബയർ ലെവർകൂസൻ്റെ കാർഡ്. പിന്നെ സ്കമാക്ക വന്നിട്ട്. ന്യൂനസ് വന്നിട്ട് റൈറ്റ് ബാക്ക്. പിന്നെ ഇബ്രാഹിം സൻഗേറ ഇമാരൊന്നും എനിക്കധികം അറിയില്ല. ഹാരി വിൽസൺ അറിയാലോ, വിൽസൺ നമ്മുടെ വെയിൽസ് പോയാൽ. പിന്നെ ജീസസ് വന്നിട്ട്. ജീസസ് ഒരു ഇഞ്ചുറിന് വന്നത്, അപ്പോൾ വന്നിട്ട് ചങ്ങായി. പിന്നെ റൂളി വന്നിട്ട് ഗൈസ്. പിന്നെ ക്ലാസ്സിനും. സോ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇപ്രാവശ്യം അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റേ കാർഡ്സ് തന്നെയാണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇവൻറ്റ്സ് ഷോപ്പിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? ഷോപ്പിൽ എന്തോ ഉണ്ടല്ലോ. ഓക്കെ, ഡൊയ്ബോക്കിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡൊയ്ബോക്കിന് ഇന്ന് ആഡ് ചെയ്ത് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, അവിടെ എടുക്കട്ടെ. ഓക്കെ, ഡൊയ്ബോക്ക് ഉണ്ട്, എടുക്കേണ്ടവർക്ക് എടുക്കാം. പിന്നെ കോയിൻ്റെ ഇതൊന്നും വലിയ ഇതില്ല. ഇത് ഓഫർ കോയിനല്ലേ? ഓഫർ കോയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓഫർ കോയിൻ എടുക്കേണ്ടവർക്കപ്പോൾ എടുക്കാം, കുറച്ച് ലാഭത്തിന് കിട്ടും. ഓക്കെ, കോയിൻസ് കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പാക്കും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇത് മിഡ്ഫീൽഡ് ഡൊമിനേറ്ററോ എന്ത് സാധനം? ഓക്കെ. പിന്നെ ഇവൻസി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിങ്ങൾ കുറേ പേര് ചോദിച്ചു ഫിഫയിൽ ഡാനിയൽ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്ത് അവിടെ എങ്ങനെയായിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലത്തെ ഒരു ഇവൻ്റാണ് നമ്മുടെ ആഴ്സണലിൻ്റെ ക്ലബ് ചാമ്പ്യൻഷിപ്പ്. സോ ഇത് കളിക്കുക, നിങ്ങൾ നല്ല റേറ്റിങ്ങിൽ തന്നെ ടോപ്പ് 16 കയറുക. അവിടെ പോയിട്ട് നല്ല രീതിയിൽ അച്ചീവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കപ്പ് അടിക്കുക. ടോംബോയൊക്കെ അതിനടുത്ത് ആഴ്സണൽ ചാമ്പ്യനാണ്. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടണതാണ്. നിങ്ങൾ കളിക്കുക, കപ്പ് അടിക്കുക, കയറാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇപ്പോൾ AI ആണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ് മറ്റേ റേറ്റിംഗ് സിസ്റ്റം വരിക. ഓക്കെ, ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ AI മാച്ചസ് ഉണ്ട്. ഇത് കളിച്ചാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് എടുക്കാം. രണ്ടാമത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് എടുക്കാം. പിന്നെ 4 സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ട്, സാധാ നോമിനേറ്റിംഗ് എടുക്കാനായിട്ട്. പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ 9 കോയിൻ്റെ ഡോട്ട്മണ്ടിൻ്റെ ഇവൻ്റാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത് പിന്നെ കൈനോട്ടം വന്നതാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്ന ഷോർട്ട് ടൈം കാർഡാണ്. അതിലൊന്ന് കുക്കറേല ഉണ്ട്, അതുപോലെ തന്നെ സബോസ്ലൈ ഉണ്ട്. പിന്നെ ഒരു പ്ലെയർ കൂടി ഉണ്ട്, മറ്റേ ബ്രാൻഡ്ഫോർഡിൻ്റെയോ സണ്ടർലാൻഡിൻ്റെ ആയിട്ട് പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രീമിയർ ലീഗത്തെ പ്ലേയേഴ്സാണ് വരേണ്ടത്. അപ്പോൾ ആ 3 കാർഡ്സാണ് നമുക്ക് എന്തായാലും ഈ വരുന്ന തിങ്കളാഴ്ച അവൈലബിൾ ആകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്പിൻ ചെയ്യേണ്ട ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതൊക്കെയാണ്. എന്തായാലും മറ്റേൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇറക്കണതായിരിക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം. അതായിരിക്കും ബൈ.